ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലോസ്റ്റ് സീസൺ 1 എപ്പിസോഡ് 2 ആണ്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ജാക്കും കെയ്റ്റും ചാർലിയും പൈലറ്റിൻ്റെ ബോഡി ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടെത്തുന്നതോടെയായിരുന്നു. ആ ഞെട്ടിലിൽ നിന്നാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. പൈലറ്റ് മരിച്ച ശേഷം ജാക്കും കെയ്റ്റും ചാർലിയും ബീച്ചിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാട്ടിനുള്ളിൽ ഉണ്ടായ സംഭവം മറ്റുള്ളവരോട് പറയുന്നു. പക്ഷെ ആർക്കും ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായില്ല. ബീച്ചിൽ ഇപ്പോൾ സർവൈവേഴ്സ് എല്ലാവരും റെസ്ക്യൂ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ചിലർ ഭക്ഷണം തേടുന്നുണ്ട്, മരുന്ന് തേടുന്നുണ്ട്, കുടിക്കാനുള്ള വെള്ളം തേടുന്നുണ്ട്. ചിലർ പരിക്ക് പറ്റിയവരെയൊക്കെ പിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സെയ്ദ് പ്ലെയിനിൽ നിന്ന് കണ്ടുകിട്ടിയ ട്രാൻസീവർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സിഗ്നൽ പിടിക്കണമെങ്കിൽ ഐലൻഡിൽ കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്ക് പോകേണ്ടതായി വരും. അതുകൊണ്ട് സെയ്ദും കെയ്റ്റും ചാർലിയും സോയറും ബൂനും ഷാനോനും ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഐലൻഡിനുള്ളിലേക്ക് യാത്ര തുടങ്ങാൻ തീരുമാനിക്കുന്നു. ബൂനിൻ്റെയും ഷാനോൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ കുറച്ച് സീനൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. ബീച്ചിൽ നിന്ന് അവരെല്ലാവരും യാത്ര തുടങ്ങാൻ പോവുകയാണ്. ബീച്ചിൽ നിന്ന് അകത്തേട്ട് പോകുമ്പോഴും ഈ ഐലൻഡ് കൂടുതൽ വലുതാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു. യാത്രയ്ക്കിടയിൽ ഷാനോന് നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. സോയറും സെയ്ദും ഇടയ്ക്കിടെ ഭയങ്കര തർക്കത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാടിനുള്ളിൽ നിന്ന് എന്തോ ഒരു വലിയ സാധനം ഇവരുടെ നേരെ ഓടി വരുന്നതായിട്ട് ഇവർക്ക് തോന്നുന്നു. ആർക്കും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാവരും വേഗം പാനിക്കാവുന്നു. പെട്ടെന്നൊരു പോളാർ ബിയർ അവരെ വേഗം വന്ന് ആക്രമിക്കുന്നുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോകുന്നു. കാര്യം ഇതൊരു ട്രോപ്പിക്കൽ ഐലൻഡാണ്. പോളാർ ബിയർ സാധാരണയായി കണ്ടുവരുന്നതൊക്കെ ഈ മഞ്ഞുള്ള പ്രദേശങ്ങളിലാണ്. ഈ ബിയർ അവരെ എല്ലാവരും ആക്രമിക്കുന്നുണ്ട്. വലിയ സ്ട്രഗിളിനൊക്കെ ശേഷം സോയർ അതിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. ആ ബിയർ മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം വരുന്നു. ഈ പോളാർ ബിയർ എങ്ങനെയായിരിക്കും ഈ ഒരു ട്രോപ്പിക്കൽ ഐലൻഡിൽ കാടിൻ്റെ ഉള്ളിൽ വരുക? അതിന് ശരിക്കും അങ്ങനെ ഒരു ചാൻസ് ഇല്ലാതെ വരാനായിട്ട്. ഇതിന് ഉത്തരം കിട്ടാതെയാണ് ഈ ഗ്രൂപ്പ് പിന്നെ യാത്ര തുടരുന്നത്. അവസാനം അവരൊരു ഐലൻഡിൻ്റെ ഉയർന്ന ഒരു സ്ഥലത്തെത്തുന്നുണ്ട്. സെയ്ദ് ട്രാൻസീവർ ആക്റ്റീവ് ചെയ്യുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ അത് കാത്തിരിക്കുകയാണ് അതിൻ്റെ അകത്തൊരു സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരു സിഗ്നൽ പിടിക്കുന്നുണ്ട്. റെസ്ക്യൂ സിഗ്നൽ ആയിരിക്കുമെന്ന് കരുതി എല്ലാവരും അതിട്ട് നോക്കുമ്പോൾ അതൊരു റെസ്ക്യൂ സിഗ്നൽ അല്ല, അതൊരു ഫ്രഞ്ച് മെസ്സേജ് ആയിരുന്നു. ഒരു സ്ത്രീ റിപ്പീറ്റായിട്ട് എന്തോ പറയുന്നുണ്ട്. ആർക്കും ഫ്രഞ്ച് മനസ്സിലാവാത്തത് കൊണ്ട് അത് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് സെയ്ദ് സിഗ്നൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവരൊരു ഞെട്ടിക്കുന്ന കാര്യം ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. ആ മെസ്സേജ് കുറച്ച് ദിവസങ്ങളായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല, കുറച്ച് മാസങ്ങളായി റിപ്പീറ്റ് ചെയ്യുന്നതുമല്ല. ഏകദേശം ഒരു 16 വർഷമായിട്ട് ഈ മെസ്സേജ് തുടർച്ചയായിട്ട് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. 16 വർഷം മുമ്പ് ഈ ഐലൻഡിൽ ആരായിരിക്കും ഉണ്ടായിരുന്നത്? മെസ്സേജ് അയച്ചത് ചിലപ്പോൾ ആരായിരിക്കും? അവരിപ്പോഴും ഈ മെസ്സേജ് റിപ്പീറ്റായിട്ട് ഒന്നുണ്ടെങ്കിൽ അവരിപ്പോഴും ജീവനോടെ ഉണ്ടാവും. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാതെയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോസ്റ്റ് സീസൺ 1 എപ്പിസോഡ് 3 എക്സ്പ്ലനേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.